സ്വരൂപം എങ്ങനെയാണോ ആ സ്വരൂപം തന്നെയാണ്, ആ രൂപം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്നതായ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നത്. ആ രൂപത്തെ ആ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവസ്നേഹം തിരിച്ചു കൊടുക്കുവാനായിട്ട് ലഭിക്കുന്നതായ അവസരങ്ങൾ ഇന്ന് ഈ കാണുന്നതായ ലോകത്തിലെ പല പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദിനംപ്രതി മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതായ പല പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഓടുമ്പോൾ ഈ ഇരിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റിക്കൊടുത്തതായ, ദൈവത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തതായ ഏറ്റവും നല്ല സമയം. ഇവർ യേശുക്രിസ്തുവിൻ്റെ ജീവിത ശില്പികളാണ്. ഇവർ യേശു എടുത്ത് ഉപയോഗിക്കപ്പെടുവാൻ, ഈ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുവാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോകുകയില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അത് ഒരു ഡയറക്ടർ മാത്രം വിചാരിച്ചാലോ ഒരു വികാരിയച്ഛൻ മാത്രം വിചാരിച്ചാലോ മാത്രം സാധിക്കുന്നതായ ഒരു കാര്യമല്ല. മറിച്ച് മാതാപിതാക്കൾ കതിരെ കൊണ്ടുവന്ന് വളം വെക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ അവർക്ക് പദ്യോപദേശത്തിലും ദൈവവചനത്തിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ മാതാപിതാക്കളും എടുക്കേണ്ടതായ സമയങ്ങൾ ഒരുപാട് ഓടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇന്ന് നമ്മൾ കാണുന്നതായ, ഇന്ന് വായിക്കുന്നതായ ദൈവവചനത്തിൽ ബർത്തിമായിയുടെ ജീവിതവും അതുതന്നെയാണ്. അപ്പനും അമ്മയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കണ്ണ് കാണാത്തവനായതുകൊണ്ട് ആരെല്ലാമാലോ ഉപേക്ഷിക്കപ്പെട്ടവൻ, തെരുവോരത്ത് കഴിഞ്ഞിരുന്നവൻ എന്തു ചെയ്തു? അങ്ങ് ദൂരെ നിന്നേ കേട്ടു ദാവീദ് പുത്രൻ വരുന്നുവെന്നുള്ളത്. ആരോടൊക്കെയോ ചോദിക്കുകയാണ് ആരാണ് വരുന്നതെന്ന്. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തു ആരാണ്? കർത്താവായ യേശു ക്രിസ്തു അതുവഴി വരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. യെരുശലേമിലേക്കുള്ള യാത്രയിൽ സംഭവിക്കുന്നതായ ഏറ്റവും അനുഗ്രഹമായ ഒരു കാര്യം, പുരുഷാരത്തിൻ്റെ വാക്കുകളേക്കാൾ അപ്പുറമായി ആ ബർത്തിമായിയുടെ വാക്കുകൾ അതികഠിനമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അവനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നീ മിണ്ടാതിരിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. നീ മിണ്ടാതിരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അവന് ദൈവപുത്രനെ കാണണമെന്നുള്ള, അവന് സൗഖ്യമാകണമെന്നുള്ള ഏറ്റവും അതിയായ വാഞ്ച അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അവൻ്റെ ശബ്ദത്തെ ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യേശു കർത്താവിനെ കാണുകയാണ് ചെയ്തത്. അവൻ്റെ ആവശ്യം എന്ത് ചെയ്തു? അവൻ കർത്താവിനോട് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നതായ, നമ്മുടെ ജീവിതത്തിൽ വേദന നൽകുന്നതായ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ മാറ്റി നിർത്തപ്പെട്ടാലും മാറ്റി നിർത്താത്തവനായ ഒരു കർത്താവായ യേശു ക്രിസ്തു ഇന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് പറയേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടെടുത്തു വന്നത്, മാറ്റി നിർത്താത്തവനായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുവാനായിട്ട് ബർത്തിമായിക്ക് കഴിഞ്ഞത്. കണ്ണുകൾ കാണത്തില്ല, പക്ഷേ ഉള്ളം കണ്ണുകൾ കൊണ്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞതായ, അറിഞ്ഞവനായ, കണ്ടറിഞ്ഞതായ ബർത്തിമായി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മൾ ദിനവും എല്ലാ ഞായറാഴ്ചയും വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളും. പക്ഷേ നമ്മൾ കൈക്കൊള്ളുന്നതായ കുർബാനയിലൂടെ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്ന് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മളെ സൗഖ്യമാക്കിയതായ, നമ്മുടെ ജീവിതത്തിൽ നല്ലത് നൽകിയതായ, നമ്മുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ മാറ്റി ഈ ജീവിതത്തിൽ ഉയർത്തി നൽകിയതായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളംകണ്ണുകൾ തുറന്നുകൊണ്ട്. അങ്ങനെ കാണുമ്പോൾ മാത്രമേ ബർത്തിമായി ആ വിളിച്ചതായ വിളിയെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. 3 ചിന്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് നാം ഒരുങ്ങുന്നത്. നിശബ്ദമാക്കപ്പെടുന്ന നിലവിളികൾ. അന്ധൻ്റെ കാതുകൾ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എന്തുണ്ട്? അന്ധൻ്റെ കാഴ്ച യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും
അവിടെ നിൽക്കുന്നതായ ജനക്കൂട്ടം അവനെ തടയുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. പുരുഷാരത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ആ വരുന്നതെന്ന്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന്. ആ പുരുഷാരം യേശുവിനെ തിക്കി നടക്കുന്നതിൻ്റെ സംതൃപ്തി കണ്ടെത്തുന്നവരാണ്. ഇന്ന് ഈ ലോകത്തിൽ യേശു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവവേദ്യമാക്കുന്നുണ്ടെങ്കിൽ പോലും ചിലരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവിനെ ഇങ്ങനെ തിരക്കിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുവാനായിട്ട് മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ അവർക്ക് ലഭിച്ചതായ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല, അവരാർക്കും പറഞ്ഞു കൊടുക്കുവാനായിട്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കൊന്ന് വിളമ്പി കൊടുക്കുവാനായിട്ടോ ആഗ്രഹിക്കാത്തതായ ഒരു സമൂഹം ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് നേരിടുന്നതായ ഓരോ പ്രശ്നങ്ങളുടെ നടുവിലും തിരക്കുകൾ ഉണ്ടാകുന്നതായ സമയങ്ങളിലും യേശു കർത്താവിനെ മാറോട് ചേർത്ത് നിർത്തുവാനും യേശു കർത്താവിനെ ഉയരെ നിന്ന് വിളിക്കുവാനായിട്ടും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അവൻ ആ തിരക്കുകളുടെ ഇടയിലും അവൻ ഉറക്കെ വിളിക്കുകയാണ്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന്. അവർ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്, സാധാരണക്കാരല്ല. തിരക്കുന്നതായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്നതായ വ്യക്തികളാണ്, ശ്രവിക്കുന്നവരാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതില്ല. അവർക്ക് എന്തുണ്ട്? നിശബ്ദമാക്കുന്നതായ നിലവിളികൾ മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. പക്ഷേ യഥാർത്ഥ നിലവിളിയെ മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ബർത്തിമായിയുടെ ജീവിതത്തിൽ പോലെ മാറ്റി നിർത്തപ്പെട്ടതായ ഒരു വ്യക്തി അല്ല ബർത്തിമായി. നിലവിളി കേട്ടതായ ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികൾ ഉണ്ടായ സമയത്ത് ആ കർത്താവ് അവൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സുകളുടെ ഇടയിൽ പറഞ്ഞതായ ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ കൂടെ നടന്നതായ ഒരു ക്രിസ്തുവിനെ അവന് കാണുവാനായിട്ട് സാധിച്ചു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവൻ്റെ ജീവിതത്തിലെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയതായ സമയത്തും അവന് അവിടെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നില്ല. അവൻ ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ നല്ലതായ സമയത്തൊക്കെ നീ എൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നെ ഇട്ടിട്ട് പോയെന്ന്. പക്ഷേ കർത്താവ് പറയുന്നതായ ഒരു വാക്കുണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെ നടുവിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിശബ്ദമാക്കപ്പെട്ടതായ നിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നിൻ്റെ നിലവിളികളുടെ മധ്യത്തിൽ എന്തുണ്ട്? ഞാൻ നിന്നെ തോളിലേറ്റി നടത്തുന്നതായ ഒരു ക്രിസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ഇരിക്കുന്നതായ വിശ്വാസ സമൂഹത്തിൻ്റെ മുൻപിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം? എങ്ങനെയാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ, ക്രിസ്തു നമ്മളെ തോളിലേറ്റി നടത്തുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലഭിച്ചതായ നന്മയുടെ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ സാക്ഷ്യത്തിൻ്റെ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികളുടെ മധ്യത്തിൽ കർത്താവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വ്യർത്ഥമായി ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നിലവിളിക്കുവാനായിട്ട് ഒരു ഇടയായി തീരണം. അങ്ങനെ അനുഭവിച്ചറിയുന്നതായ ക്രിസ്തുവിനെ മാത്രമേ അവർ ഉൾക്കൊള്ളുകയുള്ളൂ, അവരുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രകളിൽ അവരെ നടത്തുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെ തിരക്കി നിൽക്കുന്നതായ ആത്മീയതയിൽ ആവശ്യക്കാരുടെ നിലവിളി നാം നിശബ്ദമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് തിരക്കുകൾ കൂടി വരുന്നതായ ഒരു ആത്മീയ ലോകത്തിൽ ആവശ്യക്കാരുടെ നിലവിളി എന്ത് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല. ആ കാഴ്ചകൾ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ, തൊട്ടടുത്തിരിക്കുന്നതായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കയറി ചെല്ലുവാനായിട്ട് സാധിച്ചാൽ, ഈ നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം വചനം കേട്ടിട്ട് തിരിച്ചു പോന്നു, കേട്ടു, അടുത്ത ഞായറാഴ്ച വരുന്നു, പുതിയ ദൈവവചനം കേൾക്കുന്നു. പക്ഷേ എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായ ക്രിയ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കിയതായ ദൈവത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നാം ഇന്നും നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികൾ തന്നെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികളുടെ മധ്യത്തിൽ നമ്മളോട് രണ്ടാമതായി പറയുന്നു, നിലവിളിക്കുന്നവനെ അരികിലണയ്ക്കുന്നതായ ഒരു ക്രിസ്തു ഉണ്ടെന്ന്. നിശബ്ദമാക്കപ്പെട്ടതായ നിലവിളികളുടെ മധ്യത്തിൽ നിലവിളിക്കുന്നവനെ അരികിലണയ്ക്കുന്നതായ ഒരു ക്രിസ്തുവുണ്ട്. ബർത്തിമായുടെ ആദ്യ നിലവിളിയേക്കാൾ കഠിനമായ നിലവിളി ആയിരുന്നു രണ്ടാമത്തേത്.
ആദ്യത്തെ നിലവിളിയിൽ എന്താണ്? തിക്ക് തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ നിലവിളിയിൽ അവൻ്റെ നിലവിളി എന്ത് ചെയ്തു? കർത്താവ് കേൾക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവന് സൗഖ്യം നൽകുന്നതായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരിയായ നിലവിളി, നമ്മുടെ ജീവിതത്തിലെ ശരിയായ നിലവിളി എത്ര അകലെയായിരുന്നാലും, എത്ര ദൂരത്തായിരുന്നാലും, എത്ര കാതങ്ങൾ കടന്നു പോയതായിരുന്നാലും അവിടെ എന്ത് ചെയ്യും? ക്രിസ്തു കേൾക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിലവിളിക്കുവാനായിട്ട് ഒരുങ്ങുക തന്നെ ചെയ്യണം. ആദ്യത്തെ നിലവിളിയിൽ കേൾക്കുകയില്ലായിരിക്കാം, പക്ഷേ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലവിളി കേൾക്കുന്നതായ ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിലവിളിക്കുന്നവരെ മാറ്റി നിർത്തുന്നതായ സമൂഹമല്ല, നിലവിളിക്കുന്നവരെ അരികിൽ അണയ്ക്കുന്നതായ ക്രിസ്തുവിനെയാണ് നാം അനുഭവിക്കുന്നത്, നാം അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നാം കൈക്കൊള്ളുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? നിലവിളിക്കുന്നവരെ അരികിൽ അണയ്ക്കുന്നതായ, ചാരെ ചേർത്ത് നിർത്തുന്നതായ, തോളിലേറ്റി നടത്തുന്നതായ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതായ ഏറ്റവും മഹത്തരമായ ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബർത്തിമായിയുടെ ജീവിതത്തിൽ അവൻ്റെ രണ്ടാമത്തെ നിലവിളിയിൽ കർത്താവ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ നിലവിളിക്കുന്നതാണ്. നമ്മളെ മക്കളെ ചൊല്ലി നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളെ ചൊല്ലി നിലവിളിക്കുന്നുണ്ട്, നമ്മുടെ ലോകത്തെ ചൊല്ലി നിലവിളിക്കുന്നുണ്ട്. ഇന്ന് കാണുന്നതായ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതായ പല പ്രശ്നങ്ങളെ ചൊല്ലി നമ്മൾ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. ഒരു തലമുറ പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇന്ന് കാണുന്നതായ ലോകത്തിലെ പ്രശ്നങ്ങളെ ദൈവം മാറ്റുക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം? നിലവിളിച്ചാൽ മാത്രം മതി. നിലവിളിക്കുന്നതായ ആ നിലവിളി എത്ര ദൂരത്തിരുന്നാലും ക്രിസ്തു കേൾക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിരന്തരമായ മുടങ്ങാതെയുള്ള പ്രാർത്ഥന, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ എല്ലാം ക്രിസ്തുവിൻ്റെ കാതുകളോളം എത്തുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഇന്ന് ഇവിടുന്ന് നാം തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ, എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയിൽ എനിക്ക് കർത്താവിനോട് സംസാരിക്കുവാനായിട്ട്, എൻ്റെ കർത്താവിന് കാതോളം എത്തുന്നതായ പ്രാർത്ഥനയാണോ എൻ്റെ ജീവിതത്തിലെന്ന് നാം ചിന്തിക്കേണ്ടതായ ഒരു നിമിഷമാണ്. അതുകൊണ്ട് അവൻ്റെ നിലവിളിയാണ് അവൻ്റെ ആവശ്യം. നമ്മുടെ നിലവിളിയാണ്, നമ്മുടെ മക്കളെ ചൊല്ലിയുള്ള നിലവിളിയാണ് ക്രിസ്തു കേൾക്കുന്നതെന്ന് നാം മനസ്സിലാക്കി ജീവിച്ചാൽ ഒരു കുഞ്ഞിനെ പോലും നഷ്ടമാക്കുകയില്ല, ഒരു കുഞ്ഞു പോലും നഷ്ടമാക്കി പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നത്. നീ നിലവിളിക്കാൻ തയ്യാറാണോ? ആ നിലവിളിയുടെ ശബ്ദം, ശരിക്കുമുള്ള നിൻ്റെ ആവശ്യം എന്താണെന്ന് ക്രിസ്തുവിനോട് ചോദിച്ചു മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യത്തെക്കുറിച്ചുള്ള അവബോധം അവൻ്റെ സൗഖ്യത്തിന് വഴിയൊരുക്കുന്നതായ ഒന്നായിത്തീരും. ആവശ്യത്തെക്കുറിച്ച് ഉള്ളതായ നമ്മുടെ അവബോധം എന്തു ചെയ്യും? അവൻ്റെയും മറ്റുള്ളൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമായി തീരും. നമ്മളെല്ലാവരും പാടുന്ന ഒരു പാട്ടുണ്ട്, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാനല്ല പ്രാപിക്കേണ്ടത്, നമ്മളെല്ലാവരും പ്രാപിക്കേണ്ടവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആവശ്യത്തെക്കുറിച്ചുള്ളതായ അവബോധം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതിനെല്ലാം ശേഷം, സൗഖ്യമായതിന് ശേഷം എന്ത് ചെയ്തു? കാഴ്ചയ്ക്കപ്പുറമുള്ളതായ ഒരു ദർശനത്തിന് അനുഗമിക്കുവാനായിട്ട് സാധിച്ചു. ഒന്നാമതായി നാം പറഞ്ഞത് എന്താണ്? നിശബ്ദമാക്കപ്പെടുന്നതായ ഒരു നിലവിളി ഉണ്ടായപ്പോൾ നിലവിളിക്കുന്നവനെ അരികിൽ അണയ്ക്കുന്നതായ ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിച്ചു. ആ അരികിൽ അണച്ചതായ ക്രിസ്തു കൊടുത്തതായ കാഴ്ചയ്ക്കപ്പുറം അവനൊരു ദർശനമുണ്ടായി. അവൻ എന്ത് ചെയ്തു? കർത്താവിനെ അനുഗമിച്ചു. നമുക്ക് ലഭിച്ചതായ സൗഖ്യത്തെ ചൊല്ലി, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങളെ ചൊല്ലി നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല. കർത്താവിനെ എന്ത് ചെയ്യണം? അനുഗമിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുന്നതായ, കർത്താവ് വച്ചിരിക്കുന്നതായ ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? ക്രിസ്തുവിന് വേണ്ടി നേടിക്കൊടുക്കുവാനായിട്ട് സാധിക്കാം. ക്കുന്നവനെ അരികിലണയ്ക്കുന്നതായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിനെ മനസ്സിലാക്കുക മാത്രമല്ല, എന്തു ചെയ്യണം? കാഴ്ചയ്ക്കപ്പുറമുള്ളതായ ഒരു ദർശനത്തിന് അനുഗമിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറാവുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ നന്മകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും മരിച്ച് സ്വർഗത്തിൽ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ
ഒരിക്കലൊരു കഥ വായിച്ചപ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് ആ ഒരു കഥയിൽ? ഇപ്രകാരമാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലേക്ക് ചെന്നു. സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ മാലാഖ എന്ത് ചെയ്യുന്നു? കുറേ സമ്മാനങ്ങൾ ഇങ്ങനെ ഒരു റൂമിൽ അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ പറയുകയാണ്, ഇത് ഈ ഭൂമിയിലുള്ളതായ എല്ലാവർക്കും കൊടുക്കുവാനായിട്ടുള്ളത് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താ ഒന്ന് കൊടുത്തുകൂടെ? അവർക്കെല്ലാവർക്കും നിന്നോട് പ്രാർത്ഥിക്കുന്നവരല്ലേ, നിന്നെ സ്നേഹിക്കുന്നവരല്ലേ, നീ ഈ ലോകത്തിലേക്ക് ആക്കിയവരല്ലേ. പക്ഷേ അവിടെ പറയുന്നതായൊരു വാക്കുണ്ട്, നീ കേട്ടതായ വചനം സത്യമാണ്, നീ കേട്ടതായ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ നിന്റെ തൊട്ടടുത്തിരിക്കുന്നതായ ആളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമ്മാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതായ സമ്മാനങ്ങൾ നേടുവാൻ ജീവിതത്തിൻ്റെ ശില്പിയായ ക്രിസ്തുവിനെ കൈക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സർവശക്തൻ